ആരാധനാലയങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശത്തെ പിന്തുണച്ചാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് കീഴിലുള്ള ചില ക്ഷേത്രങ്ങളിലും ഉടുപ്പ് ധരിച്ച് കയറുന്നതിന് വിലക്കുണ്ടെന്നും ഇത് ഗുരു പറഞ്ഞതിന് എതിരാണ് എന്നുമായിരുന്നു സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. ഇരുവരുടെയും വാക്കുകളിലേക്ക്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് ഊരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു. അത് തിരുത്തിയേ മതിയാകൂ. ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവെ കാണാൻ കഴിയും. അതിനാണ് കാലാനുസൃതമായ മാറ്റം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി BJP നേതാവ് V മുരളീധരൻ. ക്ഷേത്രാചാരങ്ങളെപ്പറ്റി പിണറായി വിജയൻ എന്തിനാണ് പറയുന്നതെന്നും പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യമെന്നും V മുരളീധരൻ ചോദിച്ചു. സനാതനധർമ്മം എന്നുള്ളത് രാജവാഴ്ചയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയൻ്റെ ഭാഷ്യം. വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. ശ്രീനാരായണ ഗുരു ലക്ഷ്യമിട്ടത് സാമൂഹ്യ പരിവർത്തനമെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഗുരു ലക്ഷ്യമിട്ട വിദ്യാഭ്യാസ രീതിക്ക് ശിവഗിരി മഠം തന്നെ മുൻകൈയെടുക്കണം. വിദ്യാഭ്യാസമുള്ളവർ ഉള്ള സംഘടന മാത്രമേ നല്ല സംഘടനയാകൂ എന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. അദ്വൈതത്തെ ജീവിത പദ്ധതിയായി രൂപാന്തരപ്പെടുത്തിയ ഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അവതാര പുരുഷനായ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും ലക്ഷ്യവും സാമൂഹ്യ പരിവർത്തനം തന്നെയായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ച മാതിരി വിദ്യാഭ്യാസം. പ്രായോഗിക രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരിക്കണം. അതാ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ രീതി നമുക്ക് സംവരണം ചെയ്യണം. അത് അങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിക്ക് നമ്മുടെ മഠം തന്നെ ആദ്യം മുൻകൈ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്.